നമസ്കാരം. അമൃത ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും ആരോ ഒരാളുടെ ഇന്നത്തെ ഈ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥി മനുഷ്യ മനസ്സിലേക്ക് ഭാഷ ഒരു വികാരമായി അല്ലെങ്കിൽ ഒരു സങ്കീർത്തനം പോലെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്ന മലയാളിയുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ശ്രീ പെരുമ്പടം ശ്രീധരൻ. ഹൃദയത്തിൻ്റെ മുകളിൽ ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള ഒരാൾ എന്ന് തന്നെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. നമസ്തേ സർ. നമ്മുടെ വിഷയം മുൻപ് സംസാരിച്ച പോലെ ആരോ ഒരാൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ, ഒരു സങ്കീർണതയിൽ, ഒരു പ്രചോദനമായി, ഒരു വഴിത്തിരിവായി എവിടെ നിന്നോ വന്നെത്തിയ ഒരാൾ. ഒരുപക്ഷെ നമുക്കെന്തോ ഒരു നിർണായകമായ ഒരു സ്വാധീനം ചെലുത്തി ഒരു വഴിത്തിരിവായി തിരിച്ചു വിട്ടിട്ട് എവിടേക്കോ പോയ കുറേയേറെ മനുഷ്യർ ഒരുപക്ഷെ ഒരാളുടെ ജീവിതത്തിലുണ്ടാകാം. പ്രത്യേകിച്ച് ഒരു എഴുത്തുകാരുടെ ജീവിതത്തിൽ നിശ്ചയമായി ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ആ വിഷയവുമായിട്ട് ബന്ധപ്പെടുത്തുമെങ്കിൽ സാറിൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവങ്ങളുടെ ചെപ്പിലേക്ക് നമുക്ക് പോവാം. ആരോ ഒരാൾ, എനിക്ക് വളരെ ഇഷ്ടമായി ഇത്. ഏതൊരാളുടെയും ജീവിതത്തിൽ അങ്ങനെ ഒരാളുണ്ടാകും, തീർച്ചയാണ്. ഒരാളോ ഒന്നിൽ കൂടുതൽ ആളുകളോ അനേകം ദൂരം യാത്ര ചെയ്ത് അനേകം ജന്മങ്ങൾ കടന്നെന്ന പോലെ ഒരാൾ യാത്ര തുടരുന്നു, ഒറ്റയ്ക്ക്, ഏകാഗിയായിട്ട്, ആരും കൂട്ടിനില്ലാതെ. അങ്ങനെ പോകുമ്പോൾ വഴിയുടെ അങ്ങേ വളവിൽ ഒരാൾ കാത്തു നിൽക്കുന്നു. വലിയൊരു അനുഭവമാണത്. ചിലപ്പോൾ അത് ഒരു പ്രചോദനമായും തീരും. എനിക്ക് അങ്ങനെ ചില അനുഭവങ്ങളുണ്ട്. പെട്ടെന്ന് ഞാൻ കാലത്തിൻ്റെ പുറകിലേക്ക് സഞ്ചരിക്കുന്നു. എൻ്റെ ചെറുപ്പകാലത്ത് പെരുമ്പടവം പോലൊരു ഗ്രാമത്തിൽ കവിത വായിച്ച്, കഥ വായിച്ച്, നോവൽ വായിച്ച്, അങ്ങനെ ജീവിതത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് നടന്ന ഒരു കുട്ടി, അത് ഞാൻ തന്നെയായിരുന്നു. പക്ഷേ കാലം കുറേ കഴിഞ്ഞപ്പോൾ ജീവിതത്തെ സംബന്ധിച്ച എൻ്റെ കാഴ്ചപ്പാടുകൾ മാറുന്നു, എൻ്റെ മനോഭാവങ്ങൾ മാറുന്നു. ആ മാറ്റം എൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടില്ല, എൻ്റെ നാട്ടുകാർക്കും ഇഷ്ടപ്പെട്ടില്ലെന്നാണ് തോന്നുന്നത്. വീട്ടിലും നാട്ടിലും ഞാൻ ഒറ്റപ്പെട്ടു. ആർക്കും വേണ്ടായിരുന്നു എന്നെ. പക്ഷേ എനിക്ക് എന്നെ വേണമായിരുന്നു. അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും ഇറങ്ങി എൻ്റെ ജീവിതത്തിലേക്ക് നടന്നു. വളരെ ദൂരം ഒറ്റയ്ക്ക് കഷ്ടപ്പാടുകൾ സഹിച്ച്, ദുരിതങ്ങൾ നിശബ്ദമായി അനുഭവിച്ച്, അല്ലെങ്കിൽ എൻ്റെ ഹൃദയത്തിൻ്റെ നിലവിളികൾ വേറെ ആരും കേൾക്കാതെ, അങ്ങനൊരു കാലമുണ്ടായിരുന്നു എനിക്ക്. അക്കാലത്ത് ഞാൻ മൂവാറ്റുപുഴയിലാണ് താമസിക്കുന്നത്. എഴുത്തൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷെ ജീവിക്കാൻ യാതൊരു മാർഗവുമില്ല. എൻ്റെ ജീവിതം വഴിമുട്ടിയതുപോലെ തോന്നി. അക്കാലത്ത് ഞാൻ ഒരു നോവൽ എഴുതുന്നുണ്ടായിരുന്നു. മൂവാറ്റുപുഴയിലെ ശിവൻകുന്നിൻ്റെ മുകളിൽ പോയിരുന്ന് നോവൽ എഴുതിക്കൊണ്ടിരുന്നു. അത് ഏകദേശം തീരാറായി. അപ്പോഴാണ് ജീവിതത്തെക്കുറിച്ചുള്ള എൻ്റെ ഭീതി എന്നെ വല്ലാതെ അലട്ടാൻ തുടങ്ങുന്നത്. എങ്ങനെ ജീവിക്കും? അങ്ങനെയൊക്കെ ഓർത്തുകൊണ്ട് മൂവാറ്റുപുഴ ആറിൻ്റെ മണൽത്തിട്ടയിൽ ഒരു രാത്രി ആകാശം നോക്കിക്കിടന്ന ഓർമ്മ എനിക്കുണ്ട്. മരണത്തെക്കുറിച്ചായിരുന്നു ഞാൻ അപ്പോൾ ചിന്തിച്ചു കൊണ്ടിരുന്നത്. എങ്ങനെ ആത്മഹത്യ ചെയ്യണം? തീവണ്ടിക്ക് തല വെച്ചിട്ടോ, കെട്ടിത്തൂങ്ങിയിട്ടോ, വിഷം കഴിച്ചിട്ടോ, അങ്ങനെ ഏതൊരു മരണമാണെന്ന് ഞാൻ ഇഷ്ടപ്പെടുകയെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അതായത് മരിക്കാൻ തീരുമാനിച്ചു. ഒരു ആത്മഹത്യ എൻ്റെ മുമ്പിലുണ്ട്. അങ്ങനെ ആലോചിച്ച് കിടക്കുമ്പോൾ ആരോ ഒരാൾ
എൻ്റെ പിറകിൽ വന്ന് നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നി. പാതി ഇരുട്ടിൽ പാതി വെളിച്ചത്തിൽ. അപ്പോൾ മൂവാറ്റുപുഴയിൽ ആറിൻ്റെ ആ കരയിൽ മൂവാറ്റുപുഴ ആറും ആ രാത്രിയും ഞാനും മാത്രമേ ഉള്ളൂ. പുറകിൽ വന്നിരുന്ന ആൾ എന്നോട് പറയുന്നു, ഇപ്പോൾ ആത്മഹത്യയെക്കുറിച്ചൊന്നും ഓർമ്മിക്കാതെ പോയിരുന്ന് ആ നോവൽ പൂർത്തിയാക്ക്. അപ്പോൾ ഞാൻ തലതിരിച്ചു നോക്കി. നമ്മുടെ സിനിമയിലൊക്കെ കാണുന്നത് പോലെ യക്ഷിയുടെ സാദൃശ്യമുള്ള ഒരു സ്ത്രീ. എനിക്ക് നിലാവിൽ കാണാം ആ സ്ത്രീയെ. ഞാനപ്പോൾ അവരോട് ചോദിച്ചു, എന്നോട് ആത്മഹത്യ ചെയ്തെന്ന് പറയുന്ന നിങ്ങൾ എന്തിനാണ് ആത്മഹത്യ ചെയ്തത്? അങ്ങനെ ചോദിക്കാൻ ഈ സ്ത്രീക്ക് എൻ്റെ കഥയിലെ സേതുലക്ഷ്മിയുടെ മുഖച്ഛായയായിരുന്നു. നിങ്ങൾ എന്തിനാണ് മരിക്കാനൊരുങ്ങുന്നത്? നീ എന്തിനാണ് ജീവിതം അവസാനിപ്പിച്ചത്? ആയുസ്സിന്റെ വൃക്ഷത്തിൽ നിന്ന് എൻ്റെ ജീവന്റെ ഇല ഈ ഭൂമിയിൽ വീഴുന്നതിൻ്റെ ഒച്ച ഞാൻ കേട്ടു. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിച്ചത്. നിങ്ങൾ എന്തിനു മരിക്കണം? പോയി ആ നോവൽ പൂർത്തിയാക്കൂ. അതാണ് നിയോഗം. പെട്ടെന്ന് ആൾ മാഞ്ഞു പോവുകയും ചെയ്തു. ഒരു ഹലൂസിനേഷൻ, ഒരു ഭ്രമസങ്കല്പം, അല്ലെങ്കിൽ ഒരു സ്വപ്നം എന്നൊക്കെ പറയാവുന്ന ഒരു അനുഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ അത്തരം വിശ്വാസങ്ങളിൽ വിശ്വാസമുള്ള ഒരാളല്ല ഞാൻ. പക്ഷേ ഇതെന്നെ വല്ലാതെ അലട്ടി. ഇതെൻ്റെ ഒരു അനുഭവമാണല്ലോ. അവർ പറഞ്ഞ വാക്കുകളൊക്കെ എൻ്റെ മനസ്സിൽ തറഞ്ഞു നിന്നു. ആത്മഹത്യ ചെയ്യാനുള്ള പേടി കൊണ്ടോ അതിന് ധൈര്യമില്ലാത്തതുകൊണ്ടോ എന്തോ രാത്രിയിൽ കണ്ട ആ സ്ത്രീരൂപം എന്നോട് പറഞ്ഞതനുസരിച്ചോ എന്തോ ഞാൻ തിരിച്ചുപോയി. ഞാൻ ആ നോവൽ പൂർത്തിയാക്കി. അതാണ് അഭയം. അതിന് അന്ന് ഒരു നോവൽ മത്സരത്തിൽ, കേരള ശബ്ദം നോവൽ മത്സരത്തിൽ 1ാം സമ്മാനം കിട്ടി. പിന്നീട് അത് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം പുസ്തകമാക്കി. ശോഭന പരമേശ്വരൻ നായരും രാമുകാരിയാട്ടും കൂടി അത് സിനിമയാക്കി. അഭയം എന്നാണ് നോവലിൻ്റെ പേര്. ആ നോവൽ എനിക്ക് ഒരു അഭയം തന്നു. ഇത് മറ്റുള്ളവർക്ക് തോന്നാം ഇതെൻ്റെ ഒരു ഭ്രമസങ്കല്പമാണ്, ഒരു സ്വപ്ന അനുഭവമാണെന്നൊക്കെ. അതൊക്കെയാണ്, അതിൽ കൂടുതലൊന്നുമല്ല. പക്ഷെ ഒരാൾ യാഥാർത്ഥ്യമോ അയഥാർത്ഥമോ ആയിട്ടുള്ള ഒരാൾ എൻ്റെ ജീവിതത്തിൽ വരുന്നു. അപ്പോഴെനിക്ക് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആരോ ഒരാൾ വഴിയുടെ അങ്ങേ വളവിൽ നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട്. അയാളുടെ ഒരു നോട്ടം, ഒരു വാക്ക് ജീവിതത്തിൽ വലിയ വാഗ്ദാനമായിത്തീരുന്നു. അതൊരു വലിയ ഉടമ്പടിയായിത്തീരുന്നു. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ട്. വളരെ സന്തോഷകരമായൊരു ഓർമ്മയായിട്ടാണ് ഞാൻ അതിപ്പോഴും സൂക്ഷിക്കുന്നത്.